അതും കൊണ്ട് ഞങ്ങൾ വെള്ളമില്ലാത്തൊരു പരിക്കുന്നത് എന്റെ വെളിച്ചം കൂട്ടടാ വെച്ച് നോക്കിയാൽ കാത്തിരിക്കും. ടെക്നോളജിക്ക് ടീ അടി പൊട്ടത്തി ആദ്യം വരിക വല്ലാത്തൊരു കുതിരത്ത്. പ്രശ്നമോള് നമ്മളോട് എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ട്. ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജിലൂസ് സൈഡിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് എന്താന്ന് അറിയില്ല, വെറുതെ ഇങ്ങനെ മാറ്റി റിസുവിനെ കാട്ടിക്കൊടുക്ക്. വട്ടത്തിലുള്ളൊരു കുട്ടി ആരും നിനക്ക് പ്രശ്നമോള് നമ്മളോട് എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ അപ്പൊ നമ്മള് എവിടെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങള് എന്താണ് നാട്ടിലാണോ ഇവിടെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ നാട് എന്താണ് എടക്കര. എവിടെ എങ്ങനെയാ പറയുന്നത്? എടക്കര മുസ്ലിംങ്ങാടിയില് കസായ പഠിക്കാൻ അപ്പൊ ശരിക്കും നമ്മളെ വീട് എവിടെയാന്ന് വെച്ചാല് എടക്കര മുണ്ടേരിയാണ് കേട്ടോ. നമ്മളെ വീട് പോത്തുകല്ല് ആണ് കേട്ടോ നമ്മളെ വീടില്ലത്. അപ്പൊ എങ്ങനെ ഞങ്ങള് കൂടല്ലൂരാണ് ഇപ്പൊ നമ്മള് താമസിച്ചത്. അപ്പൊ എങ്ങനെ ഞങ്ങള് കൂടല്ലൂര് എത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൂടല്ലൂര് നമ്മള് ഇവിടെ ആദ്യം അവിടുന്ന് ഒരു ബസ്സിനാണ് കയറി. ഞാൻ ആദ്യം വന്ന് ബസ്സിനാണ് വന്നത്. അങ്ങനെ കൂടല്ലൂര് എത്തിയത്. പിന്നെ ഒരു ലോറി വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങളും കൂട്ടിയാണ് ഇവരും കൊണ്ടുവന്നത്. അപ്പൊ ലോറിക്കൊന്നുമില്ല. ഞാനും വന്നപ്പോ ഒരു പായും കുറച്ച് തലക്കണിയും രണ്ട് തലേനും ഒരു പായും പിന്നെ വേറെ അത്യാവശ്യത്തിന് രസം പാത്രങ്ങളും അതും കൊണ്ട് ഞങ്ങള് വെള്ളമില്ലാത്തൊരു പരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടിട്ടാട്ടോ. നാട്ടിലത്തെ മാതിരില്ല വെള്ളം. ഇവിടെ കിണറൊക്കെ വളരെ കുറവാ, അപൂർവങ്ങളും ഉള്ളു കേട്ടോ കിണറ്. കൂടുതല് പഞ്ചായത്ത് വെള്ളം. എന്റെ വെളിച്ചം കൂട്ടടാ വെച്ച് നോക്കിയാൽ കാത്തിരിക്കുന്നു. പിന്നെ വേറെ അപ്പൊ അങ്ങനെ നമ്മള് വർക്ക് പറയാന്ന് വെച്ചാല് രണ്ടാം പക്കം ഞങ്ങൾ അവിടുന്ന് വേറെ പെരീക്കള പോയി. വല്ലാത്തൊരു കുതിരത്ത് ബാത്റൂമിനൊക്കെ പൊയ്ക്കളില്ല. അതല്ലേ ആദ്യം വിളിക്കാൻ പോയത്. ആദ്യം അത്തിപ്പാടി ശരിയാണ്. അത് ഓഫാക്കി പിന്നെ അന്ന് തുടങ്ങിയതാണ് ഇവിടെ വലിച്ചത്. ഒരു വലിച്ചു വലിച്ചപ്പോഴാ ഈ കാക്കാന്റെ പെരയിൽ ഇവിടെ വന്ന് കൂടിയിട്ട് റമദാൻ വന്നാ 4 വർഷമായിട്ടോ. എത്ര 3.5 കൊല്ലായി. 3.5 കഴിഞ്ഞു. ഒരു റമദാനിലാണ് ഇങ്ങോട്ട് വന്നത്. 4th 5th 6th 7th അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. കൂടല്ലൂര് ഇവര് 4th-ലായിരുന്നു. ഇവിടെ എത്തിങ്കാനന്റെ സ്കൂളുണ്ട്, GTMO ഓർഫനേജ്. അവര് പ്രൈവറ്റ് ആയിട്ടോ അവര് പഠിക്കണത്. പിന്നെ അപ്പൊ നമ്മളങ്ങനെ സ്റ്റുഡിയോ എല്ലാരും പറയണതാ ജുംബ വെച്ചിട്ട് വർക്ക് കാരണം തൊരു ഫ്ലോയിൽ അങ്ങനെ പോണതാണ്. പിന്നെന്താ വേറെന്താ? അപ്പം എന്താണ് താളി. അപ്പൊ റിസു ഇവിടെ വന്നിട്ടാ നമുക്ക് റിസു കുട്ടി ഉണ്ടായത് അല്ലേ? ഓൻ തമിഴ്നാടിന്റെ വകയാണ്. അങ്ങനെയല്ല പറയാ, അങ്ങനെ അറിയാം. ഓൻ തമിഴനാ. അണ്ണാച്ചി എന്നല്ല വേറെ വല്ലതും വിളിച്ചു ഞാൻ ഓണാക്കിക്കോ. ഓനെ ലൈറ്റ് ഓഫാക്കി ഓണാക്കി കളിച്ചുള്ള പണിയാട്ടോ ഓന്. ആ സ്റ്റൂൾ എന്തിനാണ് ബാക്കിൽ വെച്ചിരിക്കണത്? നിങ്ങള് കറുപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലൈറ്റ് അടിക്കാന് നമുക്കെന്ത് വെളിച്ചം തന്ന് സഹകരിക്കുന്നത് പിന്നെ എന്താണ് വേറെന്താണ്
അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. നമ്മളെ വാടക തന്നെ കേട്ടോ ഇരിക്കുന്നത് നമുക്ക്. അതേമാതിരി ഞങ്ങളിവിടെ വാടക തന്നെ കേട്ടോ കടക്കുന്നത്. പിന്നെ എന്താണ് നാട്ടിലെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക്. നടന്നീനി ഇപ്പൊ അവിടെ ഇരിക്കുകയാണ് പൗതി. അയ്യോ അനി കൂടി കാണണം. അപ്പൊ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. പിരിച്ചുവിട്ടോ? അമ്മകളെയും ഉമ്മച്ചിന്റെയും കല്യാണം ഞങ്ങളെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ അങ്ങനെയല്ല അതൊക്കെ വീഡിയോ ഇപ്പൊ പാട്ടി നിങ്ങള് സ്കൂൾ വിട്ട് പോകുമ്പോ ഉമ്മച്ചിനെ നോക്കുന്നു അപ്പാനെ നോക്കി. അപ്പൊ നമ്മളെ രണ്ടാളെ നാട് എന്താണ് എൻ്റെ മഞ്ഞൊക്കെ രണ്ടാളെ നാടും കേരളത്തിൽ തന്നെയാണ് കേട്ടോ. എന്താണ് കുട്ടിമാനെ അമ്പിട്ടാമ്പുട്ടി എന്താണ് അമ്പിട്ടാമ്പുട്ടി ഞാനും ഞാൻ നീട്ടിക്കോളും. കോടാലി 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 ഇപ്പ ഉമ്മച്ചി കോടാലില്ലേ ഇപ്പ നെട്ടിക്കോളം നെട്ടിക്കോളം അല്ല ഇപ്പ ഇപ്പ അവൾക്ക് കോടാലി പറയാ മുതുവളത്താട്ടോ എന്റെ വീട്. ഇവിടെ വന്നാ കാണില്ല പറയുന്നത്. റിസു എവിടെ ചോദിച്ചിരുന്നു. അന്റെ ഫാൻസ് ആണ്. അപ്പൊ ഫോൺ എടുത്ത് കണ്ടേ ആരുടെ ഫോണ് ഇപ്പച്ചിക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കണ പണിയാട്ടോ. സ്റ്റാൻഡ് ഇല്ല ഇതിന് വട്ടം തന്നെയുള്ളൂ. സ്റ്റാൻഡ് എന്തായത് പനിയോ അതിനതോടെ അല്ല അതിന് സ്റ്റാൻഡ് സ്റ്റാൻഡ് അപ്പം ഉണ്ടോ കടയില്? താങ്ക് യു. ഏയ് വേണ്ട 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 അതിനൊരു സ്റ്റാൻഡ് മതി. ഉണ്ടാക്കിയില്ല. ഇതാണ് ലൈറ്റ് അടിച്ചോളെ കോലാണത്. ലൈറ്റ് അടിച്ചു കൊടുക്കട്ടോ വീഡിയോക്ക്. ഇത് കളവി എത്തായ് കളവി എത്തായ് കളവി എത്തായ് കളവി എത്തായ് കളവി എത്തായ് കളവി എത്തായ് കളവി പെണ്ണെ 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 വേഗം കരിക്കാല പെണ്ണെ ഞാനും എൻ്റെ മാപ്പിളയും നമ്മളെന്തോ കളിക്കണ്ടേ. ഇടത്തെ ജില്ല മൂന്ന മാത്രം എടുത്തോണ്ട് അവിടെ കുട്ടികളല്ലേ കളിച്ചത്. ബാക്കി കൺഫ്യൂഷൻ ആകിരേനുള്ളുക്കുള്ള പറക്ക പറക്ക തുടിക്കിത് പരക പരക പിടിക്കിത് തലേ ഷാളും കൊളക്കിത് പറയില്ല വെന്തോകെ വരിയിലേ പറക പറക ടൂണു പറക പറക ടൂണു പറയില്ല. ക്യാമറമാൻ റിംഷാദിനോടൊപ്പം റഷ ഫാത്തിമ. അതാ നല്ലേ. അല്ല ഇങ്ങോട്ട് നോക്കിയോളെ ഇവിടെ കണ്ണു നോക്കിയപ്പോ
കണ്ണ് നാശാക്കണ്ട കേട്ടോ വെറുതെ. എനിക്ക് കണ്ണന്നല്ല ഇമ്മച്ചി പള്ളിക്കാട്ടിലെ പാട്ടോട് വേണ്ട ഒരട്ട ആ ഗ്രൂപ്പിൽ പാടിയിട്ട് തന്നെ. കള്ളിച്ചെടി നല്ലോണം പാടാൻ അറിയും ശരിക്കും സൂപ്പറായിട്ട് പാടും. ഇന്ന് രാവിലെ പണിയൊക്കെ എടുത്തോണ്ട് നടന്നപ്പോ പാട്ട് പാടിങ്ങോ അപ്പൊ എടുക്കണ്ട വീഡിയോ എല്ലാം വെച്ച് കാണാതെ ബാക്ക് കൂടെ അങ്ങനെ നടന്നാണ്ട് വീഡിയോ എടുക്കണ്ടേ. ഷോളൊന്നും വേണ്ട. എന്നാൽ ഇന്ന് മുതൽ തലി തട്ടിട്ടാണ് അടുക്കളയിൽ നിന്നുണ്ട്. എപ്പോ വേണമെങ്കിലും ക്യാമറയിലാണെങ്കിലും വരും. ആ അവനാണെങ്കിൽ ഒരു ബംഗാളിയാളെ സംസാരമാണ്. ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഇത് കുഞ്ഞോളല്ലേ? ആറിഞ്ഞോള് സത്യം പറഞ്ഞു. ചായ കുഞ്ഞോളാ. കുട്ടിമാന്റെ കുഞ്ഞോളാണ്. കുട്ടിമാന്റെ മനുവിന്റെ മുഖമാണ്. മനുവിന്റെ മുഖ എന്താണ് ഞാൻ കേട്ടില്ല. അപ്പം ആരോ പറഞ്ഞു കേട്ടോ എന്നോട്, എന്താണ് കുട്ടിമാന് എന്നും പറയുന്നുണ്ട്, മനു എന്നും പറയുന്നുണ്ട്. ആ എന്താ സംഭവം? ഞാനാണ് എല്ലാം ഞാനൊരു സംഭവമാണ്. പണ്ട് ഇപ്പൊ ഒരു കുട്ടി മാനായിരുന്നു, ഇപ്പൊ വലിയൊരു മാനായി. അതുകൊണ്ടാണ് മാനി. അങ്ങനെയല്ല കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാല് ജീന് ചെറിയ കുട്ടിയായിരുന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങളെ കൂടെ ജീന് ചെറിയ കുട്ടിയായിരുന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത്. നിങ്ങള് പൊട്ടന്മാരായി. അപ്പം എന്താണ് കൂടലൂര്, എന്താണ് ഗൂഡലൂരിലെത്തിപ്പാളില് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. റിസു ഉണ്ടല്ലോ ഇന്റർവ്യൂ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്തേലും കാര്യം പറയുമ്പോ ഞാൻ പറയുന്നത് എന്താണ് മനുഷ്യ വിളിച്ചു. അപ്പൊ എന്നോട് അറിയും, അപ്പൊ വലിയ താല്പര്യം ഇല്ല കേട്ടോ മനുഷ്യ വിളിക്കണേ. അപ്പൊ എന്നോട് അറിയും ഇതിങ്ങനെ മനുഷ്യ വിളിച്ചാൽ ഞാൻ മനുഷ്യത്തെ വിളിക്കും ഞാൻ തന്നെയെന്ന്. അപ്പൊ അങ്ങനെ മനുഷ്യാന്ന് വരുമ്പോത്തിന് ഇമ്മയൊക്കെ കേട്ടോ ചീത്ത പറയുന്നത്. അപ്പൊ എന്തായിട്ട് വിളിച്ചുമ്പോഴത്തേന് ഇങ്ങനെ ചിലപ്പോ നോക്കും ഞാൻ. അപ്പൊ എന്തായി പിന്നെയും ആ മനു എന്ന് പറയുമ്പോ അങ്ങനെ ഓർമ്മ വന്നു. പിന്നെ എന്താട്ടി മനുവായി. പിന്നെ അവിടെ നിന്ന് തൊട്ട് ഞാൻ മനു തന്നെ കേട്ടോ വിളിച്ചത്. ഇങ്ങനെ ആരോടെങ്കിലും കുടുംബത്തിൽ സംസാരിക്കുമ്പോ മാത്രം കേട്ടോ കുട്ടിമാനി പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മനു തന്നെ. റിസു മനുടെ അപ്പൊ കുട്ടിമാനോട് കുട്ടിമാന് പറഞ്ഞാല് കാട്ടില് ഞാൻ മനു വിളിച്ചിട്ട് എനിക്ക് മനു കുഞ്ഞോളെവിടെ? കുഞ്ഞോളെവിടെ? മുബഷിറ എവിടെ? അതാരറിയൂല. അപ്പം എന്താണ് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. ഈ വരുന്ന ഈ ഒക്ടോബർ 19 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി. എത്ര വർഷമായിട്ട് വരുമ്പോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5.5 കൊല്ലം 3 മക്കളും. എന്താ അഞ്ചിപ്പിന്റെ അരി നമ്മള് 5-6 കൊല്ലം കൊണ്ട് ഷൊക്ക ചോട്ടാസാണ് ചോട്ടാപേട്ട. വർഷം നമ്മള് 2008 2 വർഷം. 2010 ഞാൻ ഉണ്ടായോ? 2008 2018 10 കൊല്ലം. 14 കൊല്ലം. കഴിഞ്ഞ വർഷം പറഞ്ഞു 14. ഇപ്പൊ അടുപ്പിച്ച് പോയല്ലോ 14 വർഷം. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇപ്പൊ കണക്കറിയില്ല. ഇപ്പൊ പഠിപ്പിച്ചത് സാറാ പഠിപ്പിച്ചത്. ഇവിടെ വയസ്സും ജനിച്ചിട്ട് എത്ര കാലം ഇതൊക്കെ പാടുണ്ട്. ഇവിടെ ഫുള്ള് തിരക്കേക്കാരൻ കൈസ്. ഇമ്മച്ചി വേറെ മൈരിയുണ്ട്, ഇപ്പച്ചി വേറെ മൈരിയുണ്ട. എനിക്ക് ചില ഇപ്പൊ 12 വയസ്സുകാരൻ 13 വയസ്സുകാരൻ. ഇപ്പൊ എനിക്ക് എത്ര വയസ്സായിപ്പോ? അതുകൊണ്ട് പറയട്ടെ കറക്റ്റ് എത്ര കൊല്ലം. 2008 ഒക്ടോബർ 19 കല്യാണം.
2022 ഒക്ടോബർ വന്ന എത്ര കൊല്ലാവും നിങ്ങൾ 2008 9 10 11 12 13 14 15 16 17 18 19 20 21 22 14 കൊല്ലം. അപ്പൊ കഴിഞ്ഞ വർഷം പറഞ്ഞ 14 കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെയല്ല സൂറ പറഞ്ഞു. അടുത്തത് വരാൻ പോണത് 14ാമത്തെ വർഷം. കൊല്ലം കഴിഞ്ഞു, 14ാമത്തെ കൊല്ലം തുടങ്ങുകയാണെന്നാ പറഞ്ഞത്. 14ാമത്തെ കൊല്ലം അന്ന് ഈ 19-ാം തീയതി നിങ്ങളെ 14ാമത്തെ വർഷം തീരും, 15ാമത്തേക്ക് കടക്കാൻ പോവുക. അങ്ങനെയല്ല പറയാ, 14 കൊല്ലം 14ാമത്തെ ആനിവേഴ്സറി അല്ല 15ാമത്തെ അല്ല. 15ാമത്തെ എങ്ങനെയാ മാക? അത് തീർന്നാലല്ലേ നമ്മള് 15 എന്ന് പറയുള്ളൂ. 14ാമത്തത് അന്ന് തുടങ്ങിയത് ഈ 19 തീയതി വന്ന തീരാണ്. അപ്പൊ 14 അന്ന് നടക്കാൻ തുടങ്ങിയത് 14 13 14 നടക്കാൻ ഇപ്പൊ എത്തണുള്ളൂ 14ക്ക്. ഇപ്പൊ എന്താ അറിയോ, ഗ്യാസ് തീരാനാവുമ്പോ നിങ്ങള് തീരാനായി പറയൂലേ, അതാണ് 19ാം തീയതി. എന്താ മാണ്ടിയെന്നുണ്ടോ? ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ച് ഒരേ നാട്ടുകാരാണ്, പക്ഷെ എങ്ങനെയുണ്ടല്ലോ ഞങ്ങള് ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ജിനു കുട്ടിയായപ്പോ എന്താണ് കല്യാണത്തിനന്ന് ഞങ്ങള് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതല്ല, ഞങ്ങളെ കണ്ടപ്പോ മുതലാണ് ഞമ്മള് ഒരു ഏകദേശം ഒരു സ്റ്റോപ്പാണ് കേട്ടോ. വെയിറ്റിംഗ് ഷർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റോറി ഒക്കെ പറഞ്ഞു അത് ഇപ്പച്ചില്ലാത്ത ദിവസം പറയണ. ഇപ്പച്ചില്ലാത്ത ദിവസമല്ല, നിങ്ങളില്ലാത്ത. അപ്പൊ എന്താണ് അങ്ങനെ വന്നാണ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ? ആ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ പൊളിച്ചപ്പോ പറഞ്ഞിട്ട് അവിടെ റോഡാക്കി റോഡ് എവിടെ അവിടെ കുന്തനുണ്ട്. വെയിറ്റിംഗ് ഷെഡ് പറഞ്ഞാല് മറ്റേ സൈഡിലാണ്. എനിക്കും സ്റ്റോറി കേൾക്കണം. ലൈറ്റ് ഇടറാ, അത് കഴിഞ്ഞെടുത്തു. അപ്പൊ നമ്മളെല്ലാ ഡീറ്റെയിലും നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ലൈറ്റ് പോയി മകം കറുത്തു. മുഖം കറുപ്പിച്ചേ കുത്ത് ഒരു നല്ല ലൈറ്റ് ഒന്നും. ഇതെന്താ അതിന്റെ അടിയിൽ ലൈറ്റ് പോയി. ലൈറ്റ് പോയാലേ ഒന്നാമത് വിളിഞ്ചെടുത്ത് ഇരിക്കും കൂടി ചെച്ചുമ്പോ കറുപ്പ്. ഇതൊന്നും ക്ലിയർ അടിച്ചിട്ടോളം മുഖം കറുക്ക. ആ വെള്ളം തന്നെ ക്ലിയർ അടിച്ചിട്ടാണ് എനിക്ക് ഇത്ര കൊടുത്തത്. അല്ല, അപ്പൊ ഞങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവര് കമന്റ് ചെയ്യണ്ട, കമന്റ് ചെയ്യാതെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമ്മളെ ലൈഫ് സ്റ്റോറി, നമ്മൾക്ക് കുറെ സ്റ്റോറികൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വിടുക. ലെവനു സപ്പോർട്ടൊക്കെ എല്ലാവരും. പക്ഷെ കഥ പറയണോ വേണ്ടെന്നാണ് അപ്പൊ ഞാൻ കഥ പകുതി ഒരു കേട്ടിട്ടില്ല. പിന്നെ നമ്മളെ വീഡിയോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് നമ്മളെ വീഡിയോ. അപ്പം അതേമാതിരി മാക്സിമം നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. കമൻറ്റാണ് നമ്മളെ എന്താന്ന് പറയാനും പവറും എനർജി അല്ല ഇൻഫർമേഷൻ ടെക്നോളജി പറയാൻ തരുന്നു. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇനി നമുക്ക്. ഇൻഫർമേഷനോ IT ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ടി അടി പൊട്ടത്തി ആദ്യം വരിക. പിന്നെന്താ ഇൻഫർമേഷൻ ടെക്നോളജി IT. അതിനെയാണ് IT. നിങ്ങളെന്തോ നല്ല അച്ഛനെ പറ്റി ഞാൻ കണക്ക് പറഞ്ഞ വർത്താനം നേരത്തെ പറഞ്ഞില്ലേ. ഞാൻ കുറ്റി സാറെ പഠിപ്പിച്ചു. അതിന് മുന്നിലൊക്കെ വേറെ കുറെ ചേർത്ത് പറയലുണ്ട് കേട്ടോ. സാറിനോട് എല്ലാവിധ ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് അല്ല രസമുണ്ട്. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറ് പഠിപ്പിച്ച കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അനക്ക് 8 11 സാർ എത്ര പറയും?
ഞാൻ ഇതിന്റെ വെറുതെ ഇവിടെ വാ. ഞാൻ ഓഫാക്കും. ഇവിടെ വന്ന് എന്നാ കട്ടിച്ച ഇവള് പൈൻ്റെ അടിയിലിന്റെ കാതിൽ വന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ അതിലിപ്പോ പറഞ്ഞ സാർ എത്ര പറയുമ്പ ഇവളെ പറ്റി പറയണെങ്കിൽ കൊറേ പറയാനുണ്ട്. പറയും നമുക്കൊരു 1.5 മാസത്തെ എപ്പിസോഡിനുള്ള വകുപ്പുണ്ട് ഇവളെ പറ്റി പറയണം. ഇവളെ അത്ര ചില്ലറക്കാരൊന്നുമല്ല. ഇതിപ്പോ മീൻ പൊരിച്ചിട്ടില്ലല്ലോ. മീൻ പൊരിച്ചണം മസാല ഇട്ടിട്ട്. അപ്പൊ എന്നാ നമുക്ക് കറി എന്താന്ന് വെച്ചാല് എന്താട്ടോ ഞമ്മക്ക് ചെരങ്ങാതാളിപ്പും കൈപ്പങ്ങുപ്പേരി മത്തി പൊരിച്ചതും അതാണ്. പക്ഷെ ചോറ് കുറവാണ്. ഇപ്പച്ചി പൊറോട്ട തരും. പുറകോട്ടേക്കാരൻ നമുക്കൊരു പാട്ടുണ്ടായിരുന്നല്ലോ മനു. എന്തേനി ഞങ്ങള് കണ്ട ടൈമില് പാടുന്ന കൂട്ടിലാക്കിയതല്ല ഞാൻ നെഞ്ചിലുള്ളൊരു നമ്മളങ്ങനെ ആ ഒരു ടൈം ഇപ്പൊ പാടാനുള്ള എന്താന്നറിയോ? നമ്മളെ അതല്ല വേറെ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ ആത്മാവിനാനന്ദം അങ്ങനെയൊന്നുമില്ല. അനുരാഗമെന്തെന്ന് ഞാൻ അതിലുള്ള വേദന കുട്ടിമ്മ നല്ല പാട്ട് കേട്ടോ. കുട്ടിമാന്റെ ഉപ്പ അതിലേറെ നല്ല പാട്ട്. ഇപ്പച്ചി നാട്ടിൽ പോകുമ്പോ ഇപ്പച്ചിന്റെ ഒരു പാട്ടൊക്കെ കുട്ടിമാന്റെ ഉപ്പ നല്ല പാട്ട് പാടും. നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത് കെട്ടുണ്ടേ. അപ്പൊ എങ്ങനെ ഉണ്ടായി ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ ഞങ്ങൾ വരാം. അതുവരേക്കും ബൈ ബൈ.